അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം കേട്ടോ. ശേഷം നമുക്ക് ആ ഇൻഷുറൻസ് തന്നൊരു വേണ്ട മാറ്റങ്ങൾ നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് മാറ്റാം. കമ്പനീസ് നമുക്ക് വേണമെങ്കിൽ പോർട്ട് ചെയ്ത് മാറാൻ പറ്റും. ഒരു ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ വരുമാനം ഉണ്ടാക്കുന്ന ആളെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേം ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ബേസിക് ആയിട്ടുള്ള മിനിമം ആയിട്ടുള്ള റിക്വയർമെന്റ് ആണ് കേട്ടോ. പിന്നെ SIP, നിങ്ങൾ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു 10% നിങ്ങൾ എല്ലാ മാസവും SIP ചെയ്തിരിക്കണം. അതെങ്ങനെ ചെയ്യണം, ഏത് ഫണ്ടിൽ ചെയ്യണം, എത്ര കാലത്തേക്ക് ചെയ്യണം എന്നുള്ളത് വളരെ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിഫറെൻ്റ് ആണ്. അത്രയെങ്കിലും നിങ്ങൾ, അതായത് വരുമാനത്തിന്റെ 10%, അതായത് 10,000 വരുമാനമുള്ള ഒരാൾ 1,000 രൂപന്റെ SIP ചെയ്യണം. 1,00,000 വരുമാനമുള്ള ഒരാൾ 10,000 രൂപന്റെ SIP ചെയ്യണം. അത് വളരെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്. എമർജൻസി ഫണ്ടും ബിൽഡ് ചെയ്യണം. നമുക്കൊരു 3 to 6 months ചെലവിനുള്ള പൈസന്റെ എമർജൻസി ഫണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ കാര്യങ്ങൾ. ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മൾ ഒരു